ആലപ്പുഴ കളർകോട് KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ വാഹന അപകടത്തിൽ 5 വിദ്യാർത്ഥികൾ മരിച്ചു. 6 പേരുടെ നില ഗുരുതരമാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ദൃശ്യങ്ങൾ എത്ര ഭീകരമാണ്! നമ്മൾക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലിയ ഭീകരമായ അപകടമാണ് നടന്നിട്ടുള്ളത്. 5 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. മിഥുൻ അയ്യപ്പൻ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും അതിഭീകരം തന്നെയാണ് കാഴ്ച. നമുക്ക് ആ കാഴ്ച എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ അതിദാരുണമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് നമ്മൾ ഇവിടെയുള്ളത്. ഈ കാറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്ക് വലിയ ഭീകരമായിട്ടുള്ളൊരു അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഏതാണ്ട് 11 വിദ്യാർത്ഥികളാണ് ഈ കാറിനകത്ത് യാത്ര ചെയ്തിരുന്നത്. അവരെ ഈ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ കാറിൻ്റെ ബോഡിയെല്ലാം വെട്ടിപ്പൊളിച്ച് തകർത്താണ് പുറത്തെടുത്തത്. അതിദാരുണമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായത്, കളർകോട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായത്. ഇപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന 5 വിദ്യാർത്ഥികളാണ്, മെഡിക്കൽ വിദ്യാർത്ഥികൾ, വണ്ടാനം മെഡിക്കൽ കോളേജിലെ 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 2 പേരും ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് ബാക്കിയുള്ള 3 വിദ്യാർത്ഥികളും കൂടി മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ശേഷിക്കുന്ന 6 വിദ്യാർത്ഥികളിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ളവരുടെ പരിക്കുകൾ വലിയ ഗുരുതരമല്ല, ജീവഹാനിക്ക് ഉതകുന്ന തരത്തിലേക്ക് വലിയ ഭീകരമല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മെഡിക്കൽ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഏതായാലും അതിശക്തമായിട്ടുള്ളൊരു ആക്സിഡന്റ് തന്നെയാണ് ഉണ്ടായത്. ഈ മരണകാരണം എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ അപകട കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതൊരു വലിയ രീതിയിൽ അപകടം നടക്കുന്ന ഒരു ഇടമല്ല, ഒരു സ്ട്രെയിറ്റ് റോഡാണ്. അതുകൊണ്ട് തന്നെ വളവുകളോ അല്ലെങ്കിൽ മറ്റ് ഒബ്ജക്റ്റുകളൊന്നും തന്നെ ഈ ഒരു പാതയിലില്ല, റോഡിലില്ല. പക്ഷേ അതിശക്തമായിട്ടുള്ളൊരു മഴ, ആ മഴയും അതിനെ തുടർന്നുണ്ടായ കാഴ്ച പ്രശ്നങ്ങളുമാണ്, കാഴ്ച മങ്ങിയതുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളുമെല്ലാമാണ് ഇത്തരത്തിൽ വലിയ അപകടത്തിലേക്ക് വഴി തെളിച്ചത് എന്ന് തന്നെ പറയാം. കാരണം പെട്ടെന്ന് കാഴ്ച തടസ്സമുണ്ടാവുകയും ഇതിനെ തുടർന്ന് വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥി വാഹനം വലത്തോട്ട് വെട്ടിക്കുകയുമാണ് ചെയ്തത്. ആ വെട്ടിക്കുന്ന സമയത്ത് എതിരെ വന്നിരുന്ന KSRTC ബസ്സിലേക്ക് വാഹനം തിരിഞ്ഞ്, ഈ ബ്രേക്ക് ഇടുന്നതിൻ്റെ ഭാഗമായി തിരിഞ്ഞ് വശം ചെന്ന് ഇടിച്ചു കയറുകയായിരുന്നു KSRTC ബസ്സിലേക്ക്. ആ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതോടൊപ്പം തന്നെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം ഭീകരമായിരുന്നു ആ കാഴ്ച എന്നുള്ളത്. അതിനുശേഷം ഇവിടെയുള്ള നാട്ടുകാരും പ്രദേശവാസികളും എല്ലാം ഓടിയെത്തി ഈ വാഹനം വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഇതിനകത്ത് നിന്ന് വിദ്യാർത്ഥികളെ പുറത്തെത്തിച്ചത്. ഈ പുറത്തെത്തിക്കുമ്പോൾ 2 വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്. മെഡിക്കൽ കോളേജിൽ വെച്ച് 3 പേർ മരിക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. നമുക്കറിയാം, ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്. പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും ഈ ഡ്രൈവർ ആയിരുന്ന വ്യക്തിയുടെ കാലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. അയാളുടെ പരിക്ക്, ആ വിദ്യാർത്ഥിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും കുറവ് പരിക്കേറ്റത് ഒരുപക്ഷെ ഈ ഡ്രൈവർക്ക് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കിയുണ്ടായിരുന്ന ഈ വശം ചേർന്നുള്ള ഇടിയായതിനാൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ 2ാം നിരയിലുള്ള ഡ്രൈവർക്ക് തൊട്ടു പുറകിലുള്ള ഭാഗം, ഈ സീറ്റിങ്ങിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ അത്യാഹിതം സംഭവിച്ചത്. കാരണം ആ ഭാഗമായിരുന്നു KSRTC ബസ്സിനോട് ചേർന്ന് ഇടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ കാല് ഒടിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഡ്രൈവർക്ക് തൊട്ടപ്പുറത്തും ഉണ്ടായിരുന്ന സൈഡിലിരിക്കുന്ന സീറ്റും അതിഭീകരമായി തന്നെ അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥിക്കും അത്യാഹിതം സംഭവിച്ചു. അത്തരത്തിൽ ഈ ടവേര എന്ന് പറയുന്ന ഈ വാഹനം ഏതാണ്ട് 7 പേരടക്കം
7 പേർക്ക് മാത്രമേ സഞ്ചരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഉള്ളത്. പക്ഷേ ഇതിലുണ്ടായിരുന്നത് എന്ന് പറയുന്നത് 11 പേരാണ്. നമുക്ക് ആലോചിക്കണം, ഒരു 7 പേരിരിക്കേണ്ട സ്ഥലത്ത് 11ഓളം വിദ്യാർത്ഥികൾ, 11ഓളം ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ഞെങ്ങിനിരങ്ങി അല്ലെങ്കിൽ ഇടതൂർന്നിരിക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഒരു വലിയൊരു അപകടം കൂടി ഉണ്ടാകുമ്പോൾ, ഒരു ഇടി കൂടി ഉണ്ടാകുമ്പോൾ എത്രത്തോളം അത്യാഹിതത്തിലേക്ക് ആ കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. കാരണം അത്രയ്ക്ക് വലിയ ഇടി സംഭവിക്കുന്നു. ഒപ്പം തന്നെ ഇത്രയും തിങ്ങി നിരങ്ങിക്കൊണ്ട് ഏതാണ്ട് 12 വിദ്യാർത്ഥികളാണ് സിനിമ കാണുന്നതിന് വേണ്ടി അവരുടെ ഹോസ്റ്റലിൽ നിന്ന് അവർ പുറപ്പെട്ടത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉല്ലാസത്തിൻ്റെതായിട്ടുള്ളൊരു സാഹചര്യത്തിൽ തന്നെയായിരിക്കാം അവരുണ്ടായിരുന്നത്. പക്ഷേ ആ ഉല്ലാസങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പൊടുന്നനെ വലിയൊരു ദുഃഖത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു, വലിയൊരു അപകടത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഖേദകരമായിട്ടുള്ള ഇപ്പോഴത്തെ സംഭവം എന്ന് പറയാം. ഒട്ടും ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ ഭീകരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് ഇന്നലെ രാത്രി ഇവിടെ അരങ്ങേറിയത്, ഈ കളർക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് അരങ്ങേറിയത്. ഇപ്പോൾ സംഭവം അപകടമുണ്ടായ ആ സ്ഥലത്ത് നിന്ന് വാഹനം ഇപ്പോൾ റോഡിൻ്റെ മറ്റൊരു സൈഡിലേക്ക്, റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നുണ്ട്. വൈകാതെ തന്നെ ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ മരിച്ച വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികൾ ഇതോടൊപ്പം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് 8:30 തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ ഇത് പൂർത്തിയാക്കി, എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മറ്റ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങും. അതിനുവേണ്ടി എല്ലാ വേഗതയോടെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇന്ന് 12 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം നടത്തിയതിന് ശേഷമായിരിക്കും ബന്ധുക്കൾ ഈ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം വീട്ടുകളിലേക്ക്, സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോവുക. പിന്നീട് ബന്ധുക്കളുടെ സൗകര്യാർത്ഥം മറ്റ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കും. 2 വിദ്യാർത്ഥികൾ ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു അവരുടെ അവസ്ഥ എന്നുള്ളത് ഏറെ ഖേദകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. 6 വിദ്യാർത്ഥികളാണ് ഈ വാഹനത്തിൽ ശേഷിച്ചിരുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. മറ്റുള്ളവരുടെ നില അത്തരത്തിൽ വലിയ ഇനി അപകടാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിലുള്ള പരിക്കുകളല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മെഡിക്കൽ വൃത്തങ്ങളിൽ നിന്ന്, ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതായാലും ഈ വിദ്യാർത്ഥികളുടെ എല്ലാം ബന്ധുക്കൾ ഇവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, ഇതോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥി കൂടി മരിച്ചിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. അവർ വളരെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇവിടേക്ക് എത്തിക്കുന്ന നടപടികളെല്ലാം തന്നെ സർക്കാർ തലത്തിൽ, ഔദ്യോഗിക തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ കൂടി ഇവിടെ എത്തുകയും പിന്നീട് ഇത്തരത്തിലുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തതിന് ശേഷം, പൊതുദർശനവും പൂർത്തിയാക്കിയതിന് ശേഷം ഇന്ന് തന്നെ വിദ്യാർത്ഥികളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 12 മണിയോടുകൂടി മെഡിക്കൽ കോളേജിൽ പൊതുദർശനവും 12 മണിക്ക് ശേഷം പൊതുദർശനവും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 12 മണിയോടുകൂടിയേ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ തുടരുക. ഈ കാർ കാണുന്നത് തന്നെ ഒരു ഭീതിജനകമാണ് ആത്യന്തം. കാരണം ഇതിൽ നിന്നും എങ്ങനെ ആ 6 പേര് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു വലിയ അത്ഭുതമായിട്ട്, ഒരു 2 പേരുടെ നിലയാണ് ഇപ്പോൾ നിലവിൽ ഗുരുതരമായി തുടരുന്നത്. അവരും എത്രയും വേഗം അപകടനില തരണം ചെയ്യട്ടെ എന്നാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട്, എന്ത് മിടുക്കരായ കുട്ടികൾ, ആഗ്രഹിച്ച് മെഡിക്കൽ അഡ്മിഷൻ നേടിയവർ, ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് എല്ലാം പൊലിഞ്ഞുപോയി. ഗിരിജ CS പോലെ നിരവധി നമ്മുടെ പ്രേക്ഷകർ, വിഷ്ണു നായർ, അതുപോലെ തന്നെ നന്ദനാർ, അതുപോലെ തന്നെ മുരളീധരൻ, പ്രകാശം വേലുക്കുട്ടി തുടങ്ങി നിരവധി പ്രേക്ഷകരും ഇത് കണ്ട് ഈ മഴയത്ത് വാഹനം ഓടിക്കുന്നത് വലിയ അപകടം തന്നെ. കണ്ണാടി പോലെ കിടക്കുന്ന റോഡ്, നമ്മുടെ റോഡിൽ കൃത്യമായ ദിശാസൂചികളോ ലൈറ്റുകളോ ഒന്നുമില്ലാത്ത അവസ്ഥ. പിന്നെ കുട്ടികൾ, നമ്മൾക്കറിയാം, സ്വാഭാവികമായി 7 പേർ കയറുന്ന ഒരു കാറിൽ 11 പേർ ഒരു സിനിമ കാണാനായി ഉള്ള യാത്രയായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും ഒക്കെ കാണുന്നത് തന്നെ വളരെ ഭയാനകവും വേദനാജനകവും ഒക്കെയാണ്. ആ കാറ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ആ ദൃശ്യം കണ്ടാൽ പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ്. മിഥുൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ലക്ഷദ്വീപിലുള്ള വിദ്യാർത്ഥിയുണ്ട്, കണ്ണൂരിലുള്ള ആളുണ്ട്, മലപ്പുറത്തുള്ള വിദ്യാർത്ഥിയുണ്ട്. അവരുടെയൊക്കെ ബന്ധുക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നു പഠിക്കാൻ വേണ്ടി. മിടുക്കരായ കുട്ടികൾ, അവർ എൻട്രൻസ് എഴുതി വണ്ടാനം മെഡിക്കൽ കോളേജിൽ, അത് കൃത്യമായി നമുക്കറിയാം സ്വകാര്യ മെഡിക്കൽ കോളേജ് അല്ല, അപ്പോൾ കൃത്യമായ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിൽ മിടുക്കരായ, നാളെ ഡോക്ടറാകേണ്ടവർ,
അല്ലെങ്കിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് എത്തുന്നവരെ ചികിത്സിക്കേണ്ടവർ, അല്ലെങ്കിൽ നാളെ ഒരിക്കൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടവർ ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ദാരുണ അന്ത്യം. അവരുടെ പഠനകാലത്ത് തന്നെ അവർ ഒന്നിച്ചുള്ള യാത്ര അവർ മരണത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, മിഥുൻ അയ്യപ്പൻ, അവിടെ ഇന്നലെ രാത്രിയായിരുന്നു ഈ അപകടം. ഈ അപകടം കണ്ട ആളുകളൊക്കെ അവിടെ ഉണ്ടോ? എന്താണ് അവരുടെയൊക്കെ ഒരു അഭിപ്രായം? ഈ കാഴ്ച മങ്ങിയതാണ്, മഴയായിരുന്നു, അതൊക്കെ പറയുന്നുണ്ട്. ഈ അപകടം കണ്ടവരുടെ പ്രതികരണം എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ മിഥുൻ അയ്യപ്പൻ? ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരാരും ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ യാത്രക്കാരും അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്നുകൊണ്ടായിരുന്നു ഇത്തിരി രക്ഷാപ്രവർത്തനമെല്ലാം നടത്തിയത്. ഇപ്പോൾ നേരിട്ട് കണ്ടവരൊക്കെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാവുന്നത്. പക്ഷേ ഇവിടെ നിന്നുള്ളവരുടെ എല്ലാം അതുപോലെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം അനുസരിച്ച് വളരെ ഭീകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ KSRTC ബസ് കൂടി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് കാണാം. ഈ ദൃശ്യം കണ്ടാൽ അറിയാം, KSRTC ബസ്സിൻ്റെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒരു കാറ് ഇങ്ങനെ പൂർണ്ണമായും വശം ചേർന്ന് ഇടിച്ചതിൻ്റെ ആഘാതം നമുക്കിപ്പോൾ KSRTC ബസ്സിൻ്റെ ഈ ബോഡിയുടെ താഴെ ഭാഗം, ചക്രത്തിന് തൊട്ട് മുകളിലും ഡ്രൈവർ സീറ്റിന് താഴെയുള്ള ഭാഗത്തും ഉണ്ടായിരിക്കുന്ന വലിയൊരു ആഘാതം നമുക്ക് കാണാം. കൃത്യമായി അതും വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. KSRTC ബസ്സിലുണ്ടായിരുന്ന ചില ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അവരുടെ നിലയൊന്നും അത്തരത്തിൽ ഗുരുതരമാണോ ഗുരുതരമായ അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല. അവർക്കും നിസ്സാര പരിക്കുകളെ ഉള്ളൂ. പക്ഷേ വലിയൊരു സംഭവം എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ളൊരു ഒരു വിഷയം എന്ന് പറയുന്നത്, വളരെ ചെറിയ പ്രായത്തിലുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും മിടുക്കന്മാരായി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധ കടമ്പകൾ കടന്നുകൊണ്ട് ഒരു മെഡിക്കൽ അഡ്മിഷൻ ലഭ്യമാവുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് ഇത്തരത്തിൽ ഈ വലിയൊരു പഠനത്തിൻ്റെ അധ്യയനത്തിൻ്റെ ഒക്കെ ദിവസത്തിൻ്റെ ഒരു സ്ട്രെസ്സിൽ നിന്നെല്ലാം ഒരു സിനിമ കാണുക എന്നൊക്കെ പറയുന്നത് നമുക്കെല്ലാം അറിയാം. അത്രത്തോളം ഒരു സ്ട്രെസ് റിലീഫാണ്. അതിനു വേണ്ടി എത്തുകയും ആ ഉല്ലാസത്തിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അപകടം അവരെ തേടിയെത്തിയത്. അതൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അവരുടെ ജീവിതവും അവരുടെ കുടുംബങ്ങളുടെ ജീവിതവുമെല്ലാം അത്തരത്തിൽ മറ്റൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ രീതിയിലുള്ള അവസ്ഥ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദുരവസ്ഥ തന്നെയാണ്. അത് നമുക്ക് വിവരിക്കാൻ കഴിയില്ല. ഏതായാലും ഇവിടെ ഇപ്പോൾ വലിയ ആൾക്കൂട്ടമെല്ലാം ഇപ്പോൾ ഈ വിവരം അറിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാനും ഇവിടുത്തെ ഈ സംഭവങ്ങളെല്ലാം നേരിട്ട് കാണുന്നതിനടക്കം ഇവിടെ യാത്രക്കാരെല്ലാം വണ്ടി നിർത്തി ഒരു നിമിഷം ഈ അന്താളിച്ച് നിൽക്കുകയാണ്. ഈ കാറിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ഇവിടുത്തെ സാഹചര്യവുമെല്ലാം കണ്ട് അന്താളിച്ച് മൂക്കത്ത് വിരൽ വെച്ച് സങ്കടപ്പെട്ട് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും നിൽക്കുന്നത്. വലിയ ഭീകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും ഇത്രയും ആളുകൾ വലിയ രീതിയിൽ അപകടത്തിൽപ്പെടാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, നേരത്തെ പറയുന്നത് പോലെ ശക്തമായിട്ടുള്ളൊരു മഴ തന്നെയാണ്. ഈ മഴയെ തുടർന്ന് കാഴ്ച മങ്ങുകയും അതുപോലെ തന്നെ പെട്ടെന്ന് വാഹനം ബ്രേക്ക് ഇട്ടതിൻ്റെ ഭാഗമായി വാഹനം ചരിഞ്ഞ് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ വളവുകളോ അല്ലെങ്കിൽ കാഴ്ച തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഒന്നുമില്ല. ഒരു അപകട മേഖല പോലുമല്ല. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഒരു കാഴ്ച മങ്ങിയതാണ് പ്രശ്നമെന്നാണ് നമ്മളിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തോ അപ്രതീക്ഷിതം അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഏറ്റവും ദയനീയമായിട്ടൊരു സാഹചര്യത്തിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ആ സമയമുണ്ടായി. അത്തരത്തിൽ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇടുകയും വശം ചേർന്ന് KSRTC ബസ്സിലേക്ക് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഇതൊരു വാഹനമെന്ന് തന്നെ പറയാൻ കഴിയില്ല. ഒരു തകര കൂമ്പാരമായി മാറി ആ കാറ്. അതുപോലെ തന്നെ അവരുടെ ജീവിതവും അത്തരത്തിൽ അവരെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതവും അത്തരത്തിൽ ഒരു ദുഃഖത്തിൻ്റെ കൂമ്പാരമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നലത്തെ രാത്രിയിലെ ഈ സംഭവങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറെ ഭയാനകമായിട്ടുള്ള ഒരവസ്ഥ. കാറിനകത്ത് ഇപ്പോഴും രക്തം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ദൃശ്യങ്ങളെ കാണിക്കാൻ നമുക്ക് പരിമിതി ഉണ്ടാകും അത്തരം കാഴ്ചകൾ. പക്ഷേ അത്രയും ഭീകരം തന്നെയാണ് ഇവിടുത്തെ കാഴ്ച. ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഇതിനകത്തുണ്ടായിരുന്ന പലരെയും പുറത്തെടുത്തത്. ഈ
ഡ്രൈവർ ആയിരുന്ന വിദ്യാർത്ഥി, അതായത് വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. ആ വിദ്യാർത്ഥിക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കേ ഉള്ളൂ, കാലൊടിഞ്ഞിട്ടുണ്ട്, അത്തരത്തിലുള്ള പരിക്കേ ഉള്ളൂ. മറ്റ് 2 പേരുടെ നില ഗുരുതരമായി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ഒരു മിഥുൻ, അവരിൽ ചിലർക്കും പരിക്കുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതെ, ഈ ബസ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കാറാണ് സമ്പൂർണ്ണമായും തകർന്നു പോയത്. ബസ്സിൻ്റെ മുൻഭാഗത്ത് ഇടിച്ച് ബസ്സിനുള്ളിലേക്ക് അത് കുടുങ്ങുകയായിരുന്നു ചെയ്തത്. ബസ്സിനുള്ളിലുള്ളവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാവാം. വളരെ പെട്ടെന്ന് ബസ് ചവിട്ടി നിർത്തുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഇടിയുടെ ആഘാതത്തിലും ഒക്കെ ബസ്സിലുള്ളവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാകാം, അല്ലേ മിഥുനയ്യപ്പൻ? ഒന്ന് ആവർത്തിക്കാവോ? ഈ ബസ്സിലുള്ളവർക്ക് ചോദിച്ചത്, ബസ്സിലുള്ളവർക്ക് ഇപ്പോൾ കാറിലുള്ളവരുടെ നില നമ്മൾ പറഞ്ഞല്ലോ, ബസ്സിലുള്ളവർക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടോ? ആ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മിഥുനയ്യപ്പൻ? ഇല്ല, ബസ്സിലുണ്ടായിരുന്നവരുടെ പരിക്കുകൾ അത്രയും ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അവർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കുകളേ ഉള്ളൂ. ഡ്രൈവർ അടക്കമുള്ളവർക്ക് അത്തരത്തിൽ വലിയ പരിക്കുകളോ അത്തരം ബുദ്ധിമുട്ടുകളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാവുന്നത്. അവരുടേത് നില ഗുരുതരമല്ലാതെ തന്നെ തുടരുന്നുണ്ട്. അതെ, അപ്പോൾ ഈ മരിച്ചവരെ പറ്റി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. പാലക്കാട് സ്വദേശി ശ്രീദീപ്, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി, മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നീ സഹപാഠികളാണ് മരിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ ഇപ്പോൾ ഒരു കാർ വാടകയ്ക്ക് എടുക്കുകയാണ്. സിനിമയ്ക്ക് പോകാനായി ഒരു ടവേര കാർ വാടകയ്ക്ക് എടുക്കുന്നു. 14 വർഷം പഴക്കമുള്ള വാഹനമാണ് എന്ന് വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടവർ പരിശോധനയിൽ പറയുന്നുണ്ട്. 14 വർഷം പഴക്കമുള്ള ടവേര കാർ വാടകയ്ക്ക് എടുക്കുന്നു. 7 പേരിരിക്കാവുന്ന വാഹനമാണ്. പക്ഷേ കുട്ടികളാണ്, നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് 11 പേര് ആ വാഹനത്തിലുണ്ടായിരുന്നു. ഇതുകൂടാതെ ഈ വാഹനത്തിൽ കയറാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവരുടെ കൂട്ടുകാർ 2 പേർ പുറകിൽ ബൈക്കിലും വന്നിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ പുറകിൽ വന്നവർ അവരായിരിക്കാം ഈ അപകടത്തിൽപ്പെട്ടവരെ ഒരുപക്ഷെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞവരെ ആ ഒരു ഘട്ടത്തിലേക്ക് വരുന്നത്. നമുക്കത് വിവരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിൽ ഒന്നിച്ചുള്ള ഒരു ഉല്ലാസ യാത്രക്കിടെയാണ് വാടകയ്ക്കെടുത്ത ഒരു കാറ് ആണ് ഇത്തരത്തിൽ തകർന്ന് തരിപ്പണമായി പോയത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ കഴിയുമോ മിഥുനയ്യപ്പൻ? തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഉള്ള എത്തിച്ചേർന്നവരെല്ലാം ഇവിടെ ഉള്ള ആളാണ് കേട്ടോ. ഇവിടെ അറിഞ്ഞു വന്ന പാതിരപ്പിള്ള വീട് എൻ്റെ അറിഞ്ഞു വന്ന ഈ ഒരു അവസ്ഥ കാണുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു സ്ഥിതിയിലാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു അപകടത്തെക്കുറിച്ച്, എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന ആളാണോ? ഇല്ല, ഞാൻ അപകടത്തിൽ ഉണ്ടായിരുന്ന ആളല്ല. പക്ഷേ എന്നോട് 1-2 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. കാരണം ഞാനൊരു അപകടത്തിൽപ്പെട്ട ആളാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ കളറോട് ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ടൊരു അപകടം എനിക്ക് ഉണ്ടായതാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാണ്, ഞാൻ കാൽനടക്കാരനായിരുന്നു. അപ്പോൾ ഞാൻ നടന്നു വരുമ്പോൾ ഒരു 2 വീലർ, ഒരു സ്കൂട്ടർ എന്നെ ഒന്ന് ഇടിക്കാൻ ചെയ്തത്. ആ ഇടിച്ചതിൻ്റെ കാരണം ഈ വാഹനം ഞാൻ ക്രോസ് ചെയ്തപ്പോൾ ഈ വാഹനം എന്നെ തെക്ക് ഭാഗത്ത് നിന്ന് ഇടിക്കാനായത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞതാണ്, നമ്മൾക്കൊരു വെട്ടക്കുറവൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ. വെട്ടക്കുറവ് ഇപ്പോൾ ഒരു കാൽനടക്കാരൻ ഒരാൾ ക്രോസ് ചെയ്താലും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ചില സമയങ്ങളിൽ. അപ്പോൾ അത് എന്നോട് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറയുകയാണ് ചെയ്തത്. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ. എവിടെ വെച്ചിട്ടായിരുന്നു അപകടം ഉണ്ടായത്? ഏത് ചേട്ടന്? എൻ്റെ ഇവിടെ ഈ അടുത്ത ജംഗ്ഷനിൽ, അതിച്ചിട്ട് വീതി കൂടി ജംഗ്ഷനാണ്, ഒരു സിഗ്നലാണ്. ഇപ്പോൾ നമ്മുടെ ബൈപ്പാസിലേക്കും ഇങ്ങോട്ടേക്കും വണ്ടി ഡിവൈഡ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. ഇവിടെ സ്ഥിരം യാത്രക്കാരനാണോ? അതെ, എൻ്റെ വീട് അപ്പുറത്താണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? പറഞ്ഞാൽ വെട്ടക്കുറവ് തന്നെയാണ് പ്രശ്നം, തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന മെയിൻ പ്രശ്നമാണ്. കാരണം ഇവിടെ നമുക്ക് അതൊക്കെയല്ലേ ആവശ്യം, സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി കാലങ്ങളിൽ ഹെഡ് ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാഹനത്തിന് ഹെഡ് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ആവശ്യമാണ്. അതൊക്കെ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും. ഉണ്ട്, ഒരുപാടുണ്ട്. ഇവിടെ സ്ഥിരം ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്? സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴില്ല. ഇപ്പം മുൻപ് ഈ ബൈപ്പാസ് വന്നതിന് ശേഷം അങ്ങനെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്നാലും ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പുറലോ അറിയത്തില്ല. ഇതിപ്പോൾ മേജറായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തറിയുന്നത്. ചേട്ടൻ്റെ പരിക്കുകൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? എൻ്റെ പരിക്ക് കുഴപ്പമില്ല, കൈയൊടിഞ്ഞു. അതാ പക്ഷേ ഇപ്പോൾ ഈ അപകടവും ഇപ്പോൾ ഈ വെട്ടക്കുറവ് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ അധികൃതരൊക്കെ പറയുന്നത്. അത് തീർച്ചയായിട്ടും. കാരണം കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് മസ്റ്റാണ് ഒരു വണ്ടി ഓടിക്കുമ്പോൾ. ഇപ്പം നമ്മളിപ്പോൾ നടന്നു പോകുന്നവർക്കും അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഈ ഗ്ലാസ്സിലൂടെ അല്ലെങ്കിൽ വണ്ടിയിലിരുന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഒരു പരിമിതി ഉണ്ടല്ലോ അതിനും. ഞാനും വാഹനം ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ചിലപ്പോൾ മഴയും കൂടി ഉണ്ടെങ്കിൽ ഒട്ടും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ കുറേയൊക്കെ ഒഴിവാകും, കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റും.
തീർച്ചയായിട്ടും ഈ പ്രദേശവാസിയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനും ഇത്തരത്തിലൊരു അപകടം പറ്റി. ഇതേ റൂട്ടിൽ തന്നെയാണ്, കുറച്ചപ്പുറം മാറിയാണെന്ന് മാത്രം. പക്ഷേ അദ്ദേഹം പറയുന്നത് സ്ഥിരമായി ഇവിടെ ഒരു കാഴ്ച പ്രശ്നം ഇവിടെ നേരിടുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടക്കമുള്ളൊരു അഭാവം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അപകടമുണ്ടായത്. അപ്പോൾ ഇത്തരമൊരു അപകടമുണ്ടായപ്പോൾ വീണ്ടും അദ്ദേഹം ഈ സ്ഥലത്തെത്തുകയാണ്. കാരണം ഇത്തരത്തിൽ ഈ പ്രശ്നവും ഈ അപകടവും ഇത്തരത്തിൽ കാഴ്ച തടസ്സപ്പെട്ടത് മൂലമാണ് എന്നുള്ളൊരു വിവരം, അല്ലെങ്കിൽ അതൊരു തീരുമാനത്തിലേക്കാണ്, നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അധികൃതർ എത്തിയിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അടക്കം അത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിനും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അദ്ദേഹം കാൽനട യാത്രക്കാരനായിരുന്നു. അത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു. അപ്പോൾ ഇത്തരത്തിൽ നിരത്തിൽ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ അത് വാഹനം ഓടിക്കുന്നവർ പാലിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ഈ വാഹനം ഓടിക്കുന്നവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം റോഡുകളുടെ ശോചനീയാവസ്ഥ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് റോഡുകളൊന്നും തന്നെ അത്തരത്തിൽ ശോച്യാവസ്ഥയിലല്ല, നല്ല റോഡ് തന്നെയാണുള്ളത്. പക്ഷേ അപകടങ്ങളും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വളരെ അതിൻ്റെ മറ്റൊരു അവസ്ഥ. ഇപ്പോൾ ഈ പൊതുദർശനം, പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പൊതുദർശനം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി 12 മണിയോടുകൂടി മാത്രമേ പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിനിമ കാണാൻ കാറിൽ പോയ കുട്ടികളാണിത്. ബൈക്കിൽ പിന്തുടർന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അശ്വത്, ദേവദീപ് എന്നിവരാണ് ബൈക്കിൽ പിന്തുടർന്ന കുട്ടികൾ. ഗൗരീശങ്കറാണ് കാർ ഓടിച്ചിരുന്നത്. ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ വെറും തകരം കൂമ്പാരമായി അത് തന്നെ ആ ഒരു കാറെന്ന് പറയാൻ പോലും കഴിയുന്നില്ല. KSRTC ബസ്സിൽ ഉണ്ടായിരുന്നവരിൽ പരിക്ക് പറ്റിയവരുടെ പേര് വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹരീഷ് 54 വയസ്സ്, അദ്ദേഹം തോട്ടപ്പള്ളി സ്വദേശിയാണ്. ഷീല 43 വയസ്സ്, താമല്ലാക്കൽ സ്വദേശിനി. കുഞ്ഞുമോൻ 53 വയസ്സ്, അമ്പലപ്പുഴ സ്വദേശി. രാജീവ് 29 വയസ്സ്, KSRTC ഡ്രൈവറാണ് അദ്ദേഹത്തിന് പരിക്കുണ്ട്. ഇത്തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വളരെ ഗുരുതരമായ, വളരെ വേദനാജനകവും ആയിട്ടുള്ള അപകടമാണ് ആലപ്പുഴയിൽ നടന്നത്. അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.